നമസ്തേ, ഹരി ഓം. ഇന്നൊരാൾ എന്നെ വിളിച്ചിട്ട് എന്നെ മെസ്സേജ് അയച്ചു, ഇതൊക്കെ കാർഡടച്ച് വെടിവെക്കലാണ്, ഇതൊന്നും നടക്കുന്ന കേസിൽ. ഞാൻ പറഞ്ഞു കാർഡടച്ച് വെടിവെക്കലല്ല, ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെ എഫക്റ്റ് ചെയ്യും. പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കുമെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, നമ്മൾക്കിതുപോലെ തന്നെ പോയപ്പോരെ. ഈ എനർജി വെച്ചിട്ട് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. ഈ കാർഡ് വന്നു കഴിഞ്ഞാലുള്ള എനർജി ഇന്നൊക്കെയാണ്, അതിനുള്ള മെസ്സേജ് ഇന്നൊക്കെയാണെന്നാണ് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്, ഇതാണ് മെസ്സേജ്. അതിന് ഞാൻ ഈ പബ്ലിക്കായിട്ട് ഇടുന്ന സാധനത്തിന് കുറേ പൈസ വാങ്ങിക്കൊണ്ടെന്നല്ല, അത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അയാൾ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ട് ഞാനത് ആദ്യമേ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്ന് 9 ഓഫ് ഫാൻസ് ആണ്, 10 ഓഫ് ഫാൻസ് ആണ് നമ്മൾക്ക് വന്നിട്ടുള്ളത്. 10 ഓഫ് ഫാൻസ് വന്നു കഴിഞ്ഞാൽ ഓവർലോഡായിരിക്കും, വർക്ക് ഓവർലോഡായിരിക്കും, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും, കുറച്ച് സ്ട്രെസ് ഉണ്ടാകും, നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യാനുണ്ടാകും എന്നുള്ളതാണ്. കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു ഉത്തരവാദിത്തം നിങ്ങളിലേക്ക് ഇന്ന് നാളത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ എനർജി വന്നിട്ട് നൈറ്റ് ഓഫ് ഫാൻസ് ആണ്. നൈറ്റ് ഓഫ് ഫാൻസ് വന്നു കഴിഞ്ഞാൽ ഹൈ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തിനേയും ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ടാകും എന്നുള്ളതാണ്. അത്രയും എനർജി നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഓക്കെ, നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്, ആ മെസ്സേജിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളൂ, സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് വന്നിട്ട് ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രവൃത്തികൾ, അതായത് ഏതെങ്കിലും സക്സസ് ആവാത്തുണ്ടെങ്കിൽ അത് വേറൊരു ലെവലിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ ആ ലെവലിലോട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ആ ലെവലിലോട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. വേറെ പ്രത്യേകിച്ച് നാളെ നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല. ഈ കാർഡ് പ്രകാരം ഇന്നൊക്കെയാണ് മെസ്സേജ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, 10 ഓഫ് ഫാൻസും നൈറ്റ് ഓഫ് ഫാൻസും ആണ് നിങ്ങൾക്ക് നാളത്തെ ദിവസവും എനർജി ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല ഹൈ എനർജിയാണ്. നിങ്ങൾക്ക് ഏത് ഉത്തരവാദിത്തം തന്നാലും എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിനനുസരിച്ചുള്ള കഠിനാധ്വാനം ചെയ്യും. ഓക്കെ, പക്ഷേ ചിന്തിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇതുവരെ നടക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതും നടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഡെയിലിയുള്ള ടാരോട്ട് റീഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക്, ഈ എനർജിയായിട്ട് കണക്റ്റ് ആവുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.